ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഏറ്റവും ടഫായിട്ടുള്ള ഒരു പരീക്ഷയാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. ഈ കുട്ടിക്ക് നല്ലത് ഈ കോഴ്സ് അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്ന ആലോചിക്കും. ഹൈ ഡേ സ്റ്റുഡൻസ്, റൈസ് നെസ്കെ ആണ്. എക്സാമിനേഷൻ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് നല്ല സമാധാനമായിട്ടുണ്ടാവും. ഒരു വർഷത്തെ ആ വലിയ എഫേർട്ടായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അത് കഴിഞ്ഞതിന്റെ ഒരു റിലാക്സേഷൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കും. റിസൾട്ടിനെ പറ്റിയിട്ടുള്ള ആലോചനയാണ് ഇനി വരാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ടും കിട്ടാവുന്ന കുട്ടികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാവും. കിട്ടുമോ കിട്ടില്ലേ എന്ന് സംശയമുള്ള കുട്ടികൾ ഉണ്ടാവും. ഇപ്രാവശ്യം കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പുള്ള കുട്ടികളുണ്ടാവും. എല്ലാവരോടും കൂടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. റിസൾട്ട് ഇങ്ങനെ പതുക്കെ കുട്ടികൾ മാർക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. റൈസിന് നല്ല റിസൾട്ടാണ്. നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികള് ഉയർന്ന മാർക്ക് 700-ന് മുകളിലേക്ക് ധാരാളം പേര് വന്നിട്ടുണ്ട്. ഞാൻ അത് പറയാനല്ല ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം കുട്ടികൾ എല്ലാ സമയത്തും കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ അടക്കം നീറ്റ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാം ഇതിന്റെ ഔട്ട്കം എന്താണെന്ന്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു 1500 പേർക്കുള്ളതാണ് അവിടുത്തെ സീറ്റുകൾ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ ശരി കൃത്യം പറയുകയാണെന്ന് വെച്ചാൽ 1% ആണ് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത്. ബാക്കി 99%-ഉം ആ മെറിറ്റോറിയസ് ആയിട്ട് റിസൾട്ടിലാണോ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറയാം. ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 1 lakh സ്റ്റുഡൻസ് സീരിയസ് ആയിട്ട് എക്സാമിനേഷൻ എഴുതുന്നു വിചാരിച്ചോളൂ. എങ്കിൽ ഒരു 5000-ഓളം കുട്ടികൾക്ക് മാത്രമാണ് എല്ലാ കോഴ്സുകളിലൂടെയും കൂടി കിട്ടുന്നത്. ബാക്കി 95,000 സ്റ്റുഡൻസിനും ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഏറ്റവും ടഫായിട്ടുള്ള ഒരു പരീക്ഷയാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. കിട്ടാൻ വളരെ സാധ്യത കുറവുള്ള ഒരു പരീക്ഷയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ഡിസേർട്ടന്റ് ആവരുത്. നമ്മൾക്ക് ശ്രമിക്കാൻ മാത്രമേ പറ്റൂ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്കത് എന്നാണോ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് ആ സമയത്ത് നമുക്ക് അച്ചീവ്മെന്റ് എത്തും. അതുകൊണ്ട് ഇത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കരുത്. ഇനി കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ ആവാനല്ലേ വിചാരിച്ചിരിക്കുന്നത്? ഡോക്ടർ ആവുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഒരു ഡോക്ടർ DNA എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ അത് അക്വയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത് അന്നാണ് നിങ്ങൾ ഡോക്ടർ ആവുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? പാനിക് ആവാതിരിക്കുക എന്നാണ്. അതായത് ഒരു ഡോക്ടറാണ് ഒരു സ്ഥലത്ത് ഏറ്റവും കൂൾ ആൻഡ് ചിൽ എന്നുള്ള മട്ടിൽ പെരുമാറുന്ന ആൾ ഡോക്ടറാണ്. കൂടെയുള്ള പേഷ്യൻസും ബാക്കി എല്ലാവരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ ടെൻസ്ഡ് ആയിരിക്കും. പക്ഷെ ഏറ്റവും കൂൾ ആയിരിക്കേണ്ട ഡോക്ടറാണ്. കാരണം ആ സിറ്റുവേഷന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുകയും വൃത്തിയായിട്ടുള്ള മരുന്ന് എന്താണ് പ്രൊസീജിയർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ആൾ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു ലീഡർ ഒരിക്കലും പാനിക് ആവില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ആണോ, ഒട്ടും പാനിക് ആവരുത്. സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യുക. എന്താണ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ നോക്കുക, എവിടെയാണ് പിഴച്ചത് എന്ന് നോക്കുക. ഒരു പ്രൊഫഷണൽ അങ്ങനെയാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് റിസൾട്ട് വരുമ്പോ എനിക്കിത് കിട്ടിയിട്ടില്ല എന്ന് പറയാ, കരയാം, ബഹളം വെക്കുക, അതൊന്നും വരുന്ന സമയത്ത് പോലും നമ്മൾ ഈ ഡോക്ടർ ആവുക എന്നുള്ള പ്രൊഫഷന് ചേർന്നതല്ല എന്നാണ് തെളിയിക്കുന്നത്. വാസ്തവത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ മിടുക്ക് മാത്രമല്ല ഇവിടെ നോക്കുന്നത്. പകരം ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം മോഹമുണ്ട്, അതാണ് ആദ്യത്തെ കാര്യം. നിങ്ങൾ എത്രത്തോളം ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റൊരു കോഴ്സിന് പോകാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക മാത്രമാണോ ചെയ്തിരിക്കുന്നത്? അത് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്ന് നിർബന്ധമാണ് എങ്കിൽ, നിങ്ങൾക്ക് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെങ്കിൽ, റീസ്റ്റാർട്ട്. നിങ്ങൾ പോയിട്ട് കാണേണ്ട സിനിമ ഞാൻ അന്ന് പറഞ്ഞല്ലോ, 12th ഫെയിൽ ആണ്. ആത്മാർത്ഥമായിട്ടൊന്ന് കാണുക. കാരണം 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമ്മൾക്ക് ഒരു നഷ്ടവും വരുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ പറയും 1 വർഷം നഷ്ടപ്പെടില്ലേ എന്നൊക്കെ. ഇന്ന് ലൈഫ് എക്സ്പെക്ടൻസി വളരെ കൂടിയ കാലമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ മോഹമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 1, 2, 3 വർഷം കാത്തിരിക്കുന്ന യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് റൈറ്റ് എഫേർട്ട് ആയിരിക്കണം. നിങ്ങൾക്കത് വേണമെന്ന് നിർബന്ധമായിരിക്കണം. അത് ആലോചിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പണ്ടൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി, മെഡിക്കൽ കിട്ടിയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ആ കുട്ടി എന്റെ അടുത്ത് വരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മെഡിസിൻ റിപ്പീറ്റ് ചെയ്യാൻ മടിയാവുണ്ട് സാർ, എഞ്ചിനീയറിംഗ് കിട്ടിയ എല്ലാവരും പറയണത് ഏതാ NSS-ലോ മറ്റോ കിട്ടിയത്. NSS കിട്ടി, നല്ല കോളേജാണ്, നല്ല കോഴ്സാണ്, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ കുട്ടിയുടെ കാര്യം പറയാം. ആ കുട്ടിക്ക് മെഡിസിൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കുഴപ്പമില്ലാത്ത റാങ്കിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ മടിയുണ്ടാവും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്തോളൂ. അടുത്ത പ്രാവശ്യം എന്തായാലും NSS-ഓ അതിന് മുകളിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉറപ്പായിട്ടും കിട്ടും. നഷ്ടപ്പെടുന്നത് 365 ദിവസമാണ്. അത് എനിക്ക് വേണ്ടിയിട്ട് തന്നൂടാ. ഞാൻ ആ കുട്ടിയുടെ പേരന്റിനെ വിളിക്കുകയും ചെയ്തു. നിർബന്ധമായിട്ട് റിപ്പീറ്റ് ചെയ്താൽ പറ്റുമെന്ന് പറയുകയും ചെയ്തു. റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുകയും ചെയ്തത്. അതിന്റെ കാരണം എന്താണെന്നറിയോ?
ആ കുട്ടി ഡോക്ടർ ആവണമെന്ന് അത്രയ്ക്കധികം ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയാം. അതെനിക്ക് ആ കുട്ടി +1 റേസ് പഠിച്ച കുട്ടിയോട് എനിക്ക് അറിയാമായിരുന്നു. നമുക്കൊന്ന് ചാലഞ്ച് ചെയ്യാനും ഒരു ധൈര്യം കൊടുക്കാനും മാത്രം മതിയായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ റിസൾട്ട് വരും, പല ആൾക്കാരും പല മാർക്കുകളും കിട്ടി, അങ്ങനെ എല്ലാ സ്ഥലത്തും ഇനി കോലാഹലായിരിക്കും. ഇനി 700 കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ MBBS കിട്ടൂ എന്ന് പറയും. അതോടെ 690 മാർക്കുള്ള കുട്ടിക്ക് പേടിയാവും. ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എന്നിട്ട് ഇപ്രാവശ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും എന്ന് തീരുമാനിക്കാം. ഇപ്രാവശ്യം കിട്ടുന്നില്ലെങ്കിൽ 2 ഓപ്ഷനാണ്. മറ്റെന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ മറ്റേതെങ്കിലും കോഴ്സ് ഉണ്ടോ നോക്കുക. അതല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതാൻ ഉദ്ദേശിച്ചാൽ ഒരു പ്രാവശ്യം എഴുതാം. ഇനി റിപ്പീറ്റ് ചെയ്യുക, സൂപ്പർ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയും. എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് ഇത് മോഹമുണ്ടെങ്കിൽ 1, 2, 3, 4 വർഷം കാത്തിരിക്കണതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിർബന്ധമെങ്കിൽ. പിന്നെ അപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ, കിട്ടുന്ന ഉറപ്പുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ഉറപ്പുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഡോക്ടർ ചിന്തിക്കാനേ പാടില്ല. നമ്മൾക്ക് ചികിത്സ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പേഷ്യന്റ് എന്നുള്ള എനിക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ മരുന്ന് കഴിച്ചാൽ അസുഖം മാറുന്ന ഉറപ്പുണ്ടോ? അപ്പൊ നിങ്ങൾ എന്നോട് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഉത്തരവേ പറയുള്ളൂ, ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ സുഖം മാറില്ല എന്ന് ഉറപ്പാണ്. അത് ഉറപ്പാണ്. മാറുന്ന എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഇത് ചെയ്തു നോക്കാം സാർ എന്ന് നിങ്ങൾ എന്നോട് പറയും. അതുപോലെ തന്നെ ഞാൻ ഉത്തരം പറയേണ്ടത്, ഒരു സീറ്റല്ലേ നമുക്ക് ആവശ്യമുള്ളൂ, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്നല്ല, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതുവരെ നടന്നിരുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സിൽ വിടുക. ഇനി എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാനോ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു കുട്ടി എങ്ങനെ പെരുമാറുന്നു അതുപോലെ പെരുമാറാൻ നമുക്ക് പറ്റണം. ആദ്യം മുതൽക്ക് അത് മുഴുവനും ഉൾക്കൊണ്ട് പഠിക്കാൻ. അതിന് പകരം ഞാൻ ഒരു ചാൻസ് എഴുതിയതാണ്, റിപ്പീറ്റ് ചെയ്തതാണ്. ഇനിയും ഇത് കിട്ടാണ്ട് ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് ചെല്ലുക, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ചിന്തകളൊക്കെ നമ്മൾക്ക് വളരെ വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതൊരു ബേർഡനാണ്, നമ്മളെ പെർഫോമൻസ് പുറത്തേക്ക് വരില്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, റേസിലെ കുട്ടി ആവട്ടെ റേസിലെ കുട്ടി അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിൽഡ് ആവുന്ന ഒരു സമയത്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി വളരെ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ പറയാനൊക്കെ തുടങ്ങണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ ഒന്ന് കാണും. എന്നിട്ട് നമ്മൾക്ക് ആലോചിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. അത് നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും നല്ല എന്താണോ ആ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എൻട്രൻസ് കോച്ചിങ് സെന്റർ റിപ്പീറ്റ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ സെലക്ട് ചെയ്യണത് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യമാണ്. എല്ലാ കാലത്തും റിസൾട്ട് റേസിന്റെ പോലെ കൺവെൻഷനലി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമാണ്. ബാക്കിയൊക്കെ ബഹളവും തള്ളുവാണ്. കൃത്യമായിട്ട് കുട്ടികൾ വരിക, അവരെ ഇരുത്തി സമയത്തോടെ പഠിപ്പിക്കുക. പിന്നെ എൻട്രൻസ് വളരെ എളുപ്പമാണ്, ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ ഓടി അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. വെറുതെ പറയാണ്. എൻട്രൻസ് എക്സാമിനേഷൻ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, എൻട്രൻസ് എക്സാമിനേഷൻ എളുപ്പമാവുകയാണെങ്കിൽ അത് കിട്ടാനുള്ള പ്രോബിലിറ്റി കുറേ ചെയ്യുന്നത് കാരണം മാർക്ക് പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊരു വഴിയുണ്ട്. വളരെ വളരെ ഡിസിപ്ലിൻഡ് ആയി ഇതെനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടെ കൃത്യമായി ഇരുന്ന് പഠിക്കുക. പഠിപ്പിക്കാൻ ആൾക്കാർ ചുറ്റുണ്ടാവും, മെന്റേഴ്സ് പറഞ്ഞ അനുസരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസിപ്ലിൻ ആണ്. അതാണ് നിങ്ങളുടെ അച്ചീവ്മെന്റിനെയും നിങ്ങളുടെ മോഹത്തിനെയും രണ്ടിനെയും ബ്രിഡ്ജ് ചെയ്യുന്ന പാലമാണ് ഈ ഡിസിപ്ലിൻ. അത് നിങ്ങൾക്ക് എപ്പോഴാണോ അതിന് നിങ്ങൾ തയ്യാറാവുന്നത് ആ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളൂ. 100% നന്നായിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് റേസ് പോലുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ. നമ്മള് കുട്ടിയുടെ മോഹവും കുട്ടിയുടെ മിടുക്കും അത് നോക്കിയിട്ട് ഈ കുട്ടി റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് ഞാൻ എത്രയോ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. കിട്ടാൻ സാധ്യത കുറവാണ്. ഈ കുട്ടിക്ക് നല്ലത് ഈ കോഴ്സ് അല്ല, മറ്റൊരു കോഴ്സാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങളെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാനിക് ആവരുത്. മിടുക്കരായിട്ട് ഇപ്പോ ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്ന ആലോചിക്കൂ. അതൊരു പ്രൊഫഷണൽ സ്വഭാവമാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1%-ലാണ് അച്ചീവ്മെന്റ് കിട്ടുന്നത്. 1%-ൽ എത്തിപ്പെടുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ഹോമോ സാപ്പിയൻസിന്റെ സ്വഭാവമല്ല, അതൊരു ഹോമോ ഡിയൂസ് അടുത്ത ലെവലിലെ എവല്യൂഷൻ ആണെന്ന് സത്യം പറയുകയാണെങ്കിൽ അത് ഈ ഒരു തരത്തിലുള്ള സിറ്റുവേഷനിൽ ആദ്യത്തെ ലെയറിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് അതിനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എഫേർട്ട് എടുക്കാനുണ്ട്, കണ്ടന്റ് ചെയ്യാനുണ്ട്. ടെൻസ്ഡ് ആവാതെ, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വളരെ കൂടെ ടെൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. കാരണം അത്രയ്ക്കധികം കുട്ടികൾ എഴുതുന്നുണ്ട്. ആ സമയത്തൊക്കെ ആ ഗ്രൗണ്ട് ചെയ്യാനും ഇല്ല, ഞാൻ അത് നോർമല, ഞാൻ ആവശ്യമില്ലാത്ത ചിന്തിക്കില്ല, ഞാൻ റിസൾട്ടിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കില്ല എന്നൊക്കെ എത്രയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഈ ടോപ്പർ ഇരിക്കുന്നത്. ഈ ടോപ്പർ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സിലബസ് വളരെ എളുപ്പമാണ്. ആ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ MBBSന്റെ സിലബസ് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എത്ര സിമ്പിൾ ആണെന്ന്. ഇനി പിന്നെ എന്തുകൊണ്ട് കിട്ടാണ്ടിരിക്കണു? വളരെ കൃത്യമാണ്. അത് എനിക്കിത് കിട്ടണമെന്നും അഥവാ 4 പരീക്ഷയിൽ നിന്ന് പിറകോട്ട് പോയി എന്ന് വരുമ്പോഴേക്കും കരച്ചിലും ബഹളമൊന്നും ഇല്ലാണ്ട്
അപ്പോഴേക്കും എനിക്കിത് കിട്ടില്ലല്ലോ എന്നുള്ള കരച്ചിലൊന്നുമില്ലാതെ എനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. അതുകൊണ്ടാണിത് ഞാനത് ഒന്നുകൂടി പഠിച്ചത്. എനിക്ക് എവിടെയാണോ തെറ്റ് പറ്റുന്നത്, അപ്പൊ ഓരോ പരീക്ഷകൾ എഴുതുമ്പോഴും തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തുകയാണ് വാസ്തവത്തിൽ ഒരു പ്രൊഫഷണൽ ചെയ്യണത്. അത് തന്നെയാണ് ഡോക്ടറും ചെയ്യണത്. അപ്പൊ അതുകൊണ്ടല്ലേ ഡോക്ടർ അവസാന സമയത്ത് നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാന്നാണ്. 80-ാമത്തെ വയസ്സിലോ 90-ാമത്തെ വയസ്സിലോ നിങ്ങളോട് എവിടെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കേണ്ടാവുക, അല്ലെങ്കിൽ മറ്റൊരാൾ ചോദിക്കേണ്ടാവുക. എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അതൊക്കെ പ്രാക്ടീസ് ആണ്. അവിടെ പരിശീലനം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടത്. അതുകൊണ്ട് കൂളായിരുന്നോളൂ, കാമായിരുന്നോളൂ. 2-3 ദിവസം കഴിഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ആലോചിച്ചോളൂ. അതനുസരിച്ചുള്ള എല്ലാ ഡയറക്ഷനും റേസിന് തരും. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ മതി, നമ്മൾ കണ്ടിട്ട് വട്ടം കൂടി നിന്ന് ചർച്ച ചെയ്യാം. പേരൻസിനെയും കൊണ്ടുവന്നോളൂ. എന്നിട്ട് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ചർച്ച ചെയ്തിട്ട് നിങ്ങളെ ഭാവിക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. താങ്ക് യു വെരി മച്ച്.